ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഭൂതപ്പാട്ട് എന്ന കവിതയിൽ നിന്ന് ആണ് ഈ കഥ. കൂട്ടുകാരെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഭൂതത്തിനെ കണ്ടിട്ടുണ്ടോ? ചോര കണ്ണും വലിയ കൊമ്പല്ലും തൂങ്ങി ആടുന്ന ചെവിയുമുള്ള ഭൂതത്തിനെ, മനുഷ്യന്മാരെ കൊന്നു തിന്നുന്ന ഭൂതത്തിനെ, അങ്ങനെയുള്ള ഒരു ഭൂതത്തിനെ സ്വന്തം മകനെ പ്രാണനേക്കാൾ സ്നേഹിക്കുന്ന ഒരമ്മയുടെ കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. പണ്ട് പണ്ട് പാറക്കെട്ടിന്റെ മുകളിൽ ഒരു ഭൂതം താമസിച്ചിരുന്നു. വൈപോക്കിനെയെല്ലാം വൈതെറ്റിച്ചു കൊണ്ടുപോയി പറ്റിക്കാണ് അവന്റെ പതിവ്. പല രൂപത്തിലും പ്രതീക്ഷപ്പെടും വൈപോക്കിലൂടെ അവൻ പലതും ആവശ്യപ്പെടും. പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്യും. അപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട വിവരം ആളുകൾ അറിയുന്നത്. അങ്ങനെ ഒരിക്കൽ ഒരു ദിവസം ഒരു നമ്പൂതിരി ദുഷ്ടാനുഭോജകവും കഴിഞ്ഞു വരികയായിരുന്നു. അപ്പോഴാ പൂജത്തിന്റെ താഴെ ഒരു സുന്ദരിയായ സ്ത്രീ നിൽക്കുന്നു. നമ്പൂതിരിക്ക് സന്തോഷമായി. കുശലാന്വേഷണം നടത്തിക്കൊണ്ട് ആ സുന്ദരിയായ സ്ത്രീയോടൊപ്പം നമ്പൂതിരി മലമുകളിലേക്ക് പോയി. അങ്ങനെ പോയി നമ്പൂതിരി പിന്നീട് ആരും കണ്ടിട്ടില്ല. അപ്പോഴാണ് കുന്നിൻ ചെരുവിന്റെ താഴെ നങ്ങേലിയുടെ മകൻ എഴുത്ത് പഠിക്കാൻ പോയത്. നല്ല തമ്മിപ്പുറം പോയിട്ട് കുഞ്ഞിനെ കണ്ടപ്പോൾ ഈ കുട്ടി എടുത്ത് വളർത്തിയാണെന്ന ഭൂതം ഒരു പെൺകിടാവിന്റെ വേഷത്തിൽ വന്ന് കുട്ടിയെ എടുത്തുകൊണ്ട് പോയി. സന്ധ്യ ആയിട്ടും തന്റെ കുഞ്ഞിനെ കാണാത്ത നങ്ങേലി മലമുകളിൽ അന്വേഷിച്ച് നടന്നു. അപ്പോഴാണ് ആ വഴി വന്ന ചാത്തനോട് നങ്ങേലി ചോദിച്ചു, എന്റെ കുഞ്ഞിനെ കണ്ടോ ചാത്ത? ചാത്തൻ പറഞ്ഞു, അപ്പൊ തമ്പ്രാട്ടി അമ്മ മലമുകളിൽ ഇരുന്ന് കളിക്കുകയാണ്. കൂടെ ഒരു കൊച്ചമ്പ്രാട്ടിയുണ്ട്. മലമുകളിൽ ഭീകരനായ ഭൂതം നിന്നു തന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി നങ്ങേലി ഞെട്ടലോടെ മനസ്സിലാക്കി. കരഞ്ഞുകൊണ്ട് ഭൂതത്തിന്റെ അടുത്തേക്ക് പോയി. നങ്ങേലി പറഞ്ഞു, അല്ലയോ കുന്നിൻ ചെരുവിലെ ഭൂതമേ, എനിക്ക് എന്റെ ഉണ്ണിയെ തിരിച്ചു തരുമോ? ഉണ്ണിയുടെ അമ്മ എത്തി നടന്ന ഭൂതം എന്ത് ചെയ്തെന്നോ ഒരു കൊടും കാറ്റായി അമ്മയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ നങ്ങേലി പതറിയില്ല. ഭൂതം പലമായ വിധം കാണിച്ച് അമ്മയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നങ്ങേലി ഒരിടി പോലും മാറാൻ തയ്യാറായില്ല. അവസാനം ഭൂതം പറഞ്ഞു, നിന്റെ 2 കണ്ണുകളും ചൂന്നെടുത്ത് എനിക്ക് തന്നാൽ നിന്റെ ഉണ്ണിയെ ഞാൻ തിരിച്ചു തരാം. പാവം അമ്മ തന്റെ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി തന്റെ 2 കണ്ണുകളും ചൂന്നെടുത്ത് ഭൂതത്തിന് കൊടുത്തു. ഭൂതത്തിന്റെ സൂത്രം കേൾക്കണം. അമ്മയ്ക്ക് കണ്ണില്ലാതായല്ലോ. ഭൂതം ഒരു തെച്ചിപ്പ് വച്ച് മന്ത്രം ജപിച്ച് മറ്റേ